നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു 28-ന് പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. ഈ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നതായി യുക്രൈൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അല്ലെ, റഷ്യ ആകട്ടെ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ റഷ്യ പിൻവാങ്ങുകയാണോ എന്ന് സ്വാഭാവികമായ സംശയം ഉയർത്തുന്നുണ്ട്. പുടിൻ പറഞ്ഞത് അവസാന യുക്രൈൻ സൈനികനും കൊല്ലപ്പെടുന്നത് വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം അവർ യുദ്ധം നിർത്തുകയില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, യുക്രൈൻ പിടിച്ചെടുത്ത റഷ്യയുടെ മേഖലകൾ അടിയന്തരമായി വിട്ടുതരണം എന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ പരസ്യമായി തന്നെ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ റഷ്യ പല യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും ആണവ മിസൈലുകൾ കൊണ്ട് നേരിടുമെന്നുമൊക്കെ ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇത്തരത്തിൽ പുടിൻ ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുടിൻ പറയുന്നത് തനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല, ഇക്കാര്യത്തിൽ താൻ അങ്ങനെ ആക്രമിക്കുകയില്ല എന്ന് പ്രതിജ്ഞയാണെങ്കിൽ അതിനുപോലും താൻ തയ്യാറാണ് എന്നാണ്. മാത്രമല്ല, പുടിൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് യുക്രൈനിലെ പല നിർണായക സ്ഥലങ്ങളും റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, പല നഗരങ്ങളും തങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞുവെന്നും. എന്നാൽ യുക്രൈൻ ആകട്ടെ ഇതൊരു കാരണവശാലും അംഗീകരിക്കുന്നതുമില്ല. അവർ പറയുന്നത് ഇതൊക്കെ തന്നെ റഷ്യൻ സൈന്യം വെറുതെ വീമ്പ് പറയുന്നതാണ് എന്നാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ ഒരു ആഗോള ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് പല പാശ്ചാത്യ രാജ്യങ്ങളും എത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വീണ്ടും നടത്തിയിരിക്കുന്നത്. ഇനി ഇതിനോട് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 28 നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയെ അനുകൂലിക്കുന്ന തരത്തിലാണ് ഉള്ളത്. പലരും ഇതിനെ കളിയാക്കി പറഞ്ഞത് റഷ്യ എഴുതി കൊടുത്ത നിർദ്ദേശങ്ങൾ ട്രംപ് വായിച്ചു എന്നാണ്. എന്നാലും നിവർത്തികേട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സെലൻസ്കി യുക്രൈൻ ഈ ഉടമ്പടിക്ക് വഴങ്ങാൻ തയ്യാറാണ് എന്ന് അറിയിച്ചത്. പക്ഷേ അപ്പോഴും അവിടെ ഉയരുന്നൊരു ചോദ്യം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരുഭാഗങ്ങളുമായി കഴിഞ്ഞ 4 വർഷം നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടത്. ഇവരുടെ മരണത്തിന് ആര് ഉത്തരം പറയും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. 2 രാജ്യങ്ങളും ഒരു കൂലിപ്പട്ടാളത്തെ പോലും വിളിച്ചു കൊണ്ടുവന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിലേക്ക് പലരെയും മറ്റ് ജോലികൾക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയതിന് ശേഷം അവിടെ ഈ കൂലിപ്പട്ടാളത്തിൽ ചേർത്തതൊക്കെ തന്നെ വലിയ തോതിലുള്ള വിവാദമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും സമാധാനം പുനഃസ്ഥാപിച്ച് തൻ്റെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള അവകാശവാദങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞത് റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണ്, ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ മധ്യസ്ഥത കൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പുടിൻ്റെ ഈ ഇപ്പോൾ പറഞ്ഞ നിലപാടിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. യുക്രൈൻ പിടിച്ചെടുത്ത റഷ്യയുടെ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തോതിൽ തിരിച്ചടിക്കുമെന്നാണ് ഇന്നലെയും പുടിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ മേഖലയിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ പുടിനും ട്രംപുമായി നേരിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്തിരുന്നെങ്കിൽ പോലും അന്നും പുടിൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധത്തിനൊരു അന്ത്യം കുറിക്കാൻ തന്നെയാണ് ട്രംപ് നേരിട്ടിറങ്ങുന്നത്. ഒരുപക്ഷേ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം റഷ്യയിലെത്തി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് പുടിൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്.